ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത, കെ രതീഷ് രാജിവെച്ചു. കശുവണ്ടി കോർപ്പറേഷൻ അഴിമതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ കോടതിയുടെ ഭാഗത്തുനിന്ന് എങ്ങനെ ഇത്തരം ആരോപണങ്ങൾ ഏറ്റ ആൾ ഇത്തരം ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്ന് കോടതി ചോദിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായതാണ്. ഇപ്പോൾ ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനമാണ് ഒഴിഞ്ഞിരിക്കുന്നത്. മറ്റ് 2 ചുമതലകൾ കൂടി ഒഴിഞ്ഞിരിക്കുന്നു കെ രതീഷ് എന്നതാണ് അറിയുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് തന്നെയാണ് രാജി എന്ന് മനസ്സിലാക്കുന്നു. അനന്തരക്ഷണ വിവരങ്ങൾ വേണ്ട. അനന്തൻ, കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം കേൾക്കേണ്ടി വന്നതാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണോ സർക്കാർ രാജി നിർദ്ദേശിച്ചത്? രതീഷ്, കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്ന് 600 കോടിയുടെ കശുവണ്ടി ഇറക്കുമതി കേസ് CBIയുടെ കേസാണ്. ആ കേസിൽ പ്രതിയേർക്കപ്പെട്ട കെ രതീഷാണ് ഇപ്പോൾ 3 പ്രധാനപ്പെട്ട പദവികളിൽ നിന്ന് രാജിവെച്ച് സ്ഥാനമൊഴിഞ്ഞിരിക്കുന്നത്. ഖാദി ബോർഡ് സെക്രട്ടറി, ഖാദി ക്ഷേമനിധി ബോർഡ്, ഒപ്പം തന്നെ റൂട്രോണിക്സ് MD സ്ഥാനം. ഈ 3 സ്ഥാനങ്ങളാണ്. ഈ 3 സ്ഥാനങ്ങളുടെയും തലപ്പത്തുള്ളത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള 3 സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് നിന്നാണ് ഇപ്പോൾ കെ രതീഷ് രാജിവെച്ചിരിക്കുന്നത്. ഈ കശുവണ്ടി ഇറക്കുമതി അഴിമതി കേസുമായി ബന്ധപ്പെട്ട് കെ രതീഷിനെ നേരത്തെ CBI പ്രതിയേർത്തതാണ്. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരനാണ് ഇതിനകത്ത് മറ്റൊരു പ്രതി. 2 പേർക്കും പ്രോസിക്യൂഷൻ അനുമതി സർക്കാർ നൽകിയിരുന്നില്ല. കഴിഞ്ഞ സർക്കാരും നൽകിയില്ല, ഈ സർക്കാരിൻ്റെ ആദ്യഘട്ടത്തിലും നൽകിയില്ല. പിന്നീട് ഹൈക്കോടതിയുടെ നിരന്തര ഇടപെടലിനെ തുടർന്നും ചീഫ് സെക്രട്ടറി അടക്കം നടപടിയെടുക്കും എന്നുള്ള ഹൈക്കോടതിയുടെ ഒരു കണ്ണുരുട്ടലിന് ശേഷവുമാണ് പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചത്. ആ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ ശേഷവും കെ രതീഷ് പ്രധാനപ്പെട്ട ചുമതലകളിൽ തുടരുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി എന്തിനാണ് ഇയാൾ ഈ അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള ഇയാൾ ഈ സുപ്രധാന ചുമതലകളിൽ തുടരുന്നത് എന്ന രീതിയിൽ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി കെ രതീഷിന്റെ രാജി ആവശ്യപ്പെട്ടത്. തുടർന്നാണ് ഇന്നിപ്പോൾ രാജി വെച്ചിരിക്കുന്നത്. അതേസമയം ഒരു അഴിമതിക്കാരനെ പുറത്താക്കാൻ സർക്കാർ തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. രാജി ചോദിച്ചു വാങ്ങിക്കുക വേണ്ടി വന്നു. ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താനെങ്കിലും സർക്കാരിന് പറയാൻ തോന്നാൻ എന്നതാണ് കെ രതീഷ് രാജിവെച്ചിരിക്കുന്നത്. 3 സുപ്രധാന ചുമതലകളിൽ നിന്നാണ് ഖാദി ബോർഡ് സെക്രട്ടറി സ്ഥാനം ഉൾപ്പെടെ 3 സുപ്രധാന ചുമതലകളിൽ നിന്നാണ് രാജി.